CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് പത്മജയുടെ BJP പ്രവേശനത്തിന്റെ ഞെട്ടലിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം. വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റാൻ ധാരണ. കെ മുരളീധരന് വേണ്ടി ചുവരെഴുതി TN പ്രതാപൻ MP. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വരെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണ രംഗത്തുണ്ടായിരുന്ന TN പ്രതാപൻ മുരളീധരനായുള്ള ചുവരെഴുത്ത് നടത്തിയത്. ജലസംഭരണികൾ സംരക്ഷിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വേലൂർ കിടായിച്ചിറയുടെ നവീകരണോദ്ഘാടനം മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ദേശീയപാത 66 മണത്തലയിൽ മരം കയറ്റിപ്പോവുകയായിരുന്ന ലോറി മറിഞ്ഞു. ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ സുനാമി ജെയ്സന്റെ കൂട്ടാളി കുന്നംകുളത്ത് പിടിയിൽ. പെരുമ്പാവൂർ മാറമ്പിള്ളി സ്വദേശി കല്ലേത്തുപറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള ശ്രീകുട്ടനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബസിൽ മോഷണം നടത്തിയ ഇതര സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാനിയായ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുച്ചെന്തൂർ ടെമ്പിൾ സ്വദേശിനി 26 വയസ്സുള്ള ഗായത്രി എന്ന സുബ്ബമ്മയാണ് അറസ്റ്റിലായത്. വേലൂരിൽ കോൺഗ്രസിൽ നിന്ന് CPM-ൽ ചേർന്നവർക്ക് സ്വീകരണം ഒരുക്കി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക വനിതാ ദിനം. എവിടെയും തഴയപ്പെടേണ്ടവളല്ല സ്ത്രീ. മനക്കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കരുത്തിൽ മുന്നേറാൻ കഴിവുള്ളവരാണ് വനിതകൾ. മികച്ച കർഷകയിൽ നിന്ന് മികച്ച സംരംഭകയാകാനുള്ള ഒരുക്കത്തിൽ പയ്യൂർ സ്വദേശിനി സ്മിത. വിഷം ചേർക്കാത്ത ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അവാർഡുകൾ കരസ്ഥമാക്കിയ സ്മിത മായം കലരാത്ത ഐസ്ക്രീം വിപണിയിലെത്തിക്കാനുള്ള പ്രയത്നത്തിലാണ്. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല KPSTA-യുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനവും കുടുംബസംഘവും നടത്തി. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാഗ മാലതി UP സ്കൂളിൽ വാർഷിക ദിനാഘോഷവും യാത്രയയപ്പും നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന വാർഷികാഘോഷം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മഹാശിവരാത്രി. മഹാവിപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കാളകൂടം സ്വയം ഭക്ഷിച്ച പരമശിവനെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. ക്ഷേത്രങ്ങളിൽ നടന്ന ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തിനിർഭരം. വിശേഷാൽ പൂജകൾക്ക് പുറമെ എഴുന്നള്ളിപ്പുകൾ, പ്രസാദൂട്ട്, കലാപരിപാടികൾ എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് അന്നദാനം ഒരുക്കി. 16ാം വർഷമാണ് പ്രസാദൂട്ട് നടത്തുന്നത്. വരവൂർ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിലേക്ക് ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു. വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. തിപ്പിലശ്ശേരി ALP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും നടന്നു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക വിരുദ്ധർക്കെതിരെ പ്രതികരിച്ചതിന് പൊതുപ്രവർത്തകന് നേരെ ആക്രമണം. മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം സെക്രട്ടറി കോട്ടോൽ മാനം കണ്ടത്ത് അബ്ദുൾ ഗനിയെയാണ് ആക്രമണത്തിന് ഇരയായത്. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുകയെന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ കാഴ്ചപ്പാട് അന്വർത്ഥമാക്കി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം നടത്തി. മുൻ പ്രധാനാധ്യാപിക ജോളിയമ്മ മാത്യു ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ 7 ദിവസമായി നടന്നുവരുന്ന മെഗാ അക്കാദമിക് ഫെസ്റ്റിന് സമാപനമായി. കോളേജിലെ 9 പഠന വകുപ്പുകൾ സംയുക്തമായാണ് ദേശീയ അന്തർദേശീയ സെമിനാറുകൾ സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.